ഈ വരുന്ന 23-ാം തീയതി രാവിലെ ധനുരാശി കഴിയുമ്പോൾ ഒരു മുഹൂർത്തമുണ്ട്. പിന്നെ 7-ന് ചിങ്ങരാശിയിൽ ശുക്രോദയത്തിന് മുമ്പ് ഒരു മുഹൂർത്തമുണ്ട്. ഇക്കൊല്ലം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഹൂർത്തമായിരിക്കണം അല്ലേ അച്ഛാ? ആയിക്കോട്ടെ, ഒരു ഉശിരുള്ള മുഹൂർത്തം ആയിക്കോട്ടെ എന്നാ സഹദേവൻ പറഞ്ഞത്. അങ്ങനെ ഒരെണ്ണം കിട്ടുമോ മോനെ? പിന്നെന്താ, സഹദേവന് ഉശിരുണ്ടെങ്കിൽ ഉശിരുള്ള മുഹൂർത്തം തന്നെ നമ്മൾ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തുലാം 16-ന് ചന്ദ്രനും വ്യാഴവും ഏറ്റവും ഉശിരോട് ഒരേ രാശിയിൽ വരുന്നുണ്ട്. അവര് വന്നോട്ടെ, അവർക്ക് ഇത്തിരി ഉശിരുണ്ടായിക്കോട്ടെ. അന്ന് കാലത്ത് 10 കഴിഞ്ഞ് 10:45 ഒരു മുഹൂർത്തമുണ്ട്. അതിലും ഉശിരോടൊരു മുഹൂർത്തം ഈ പഞ്ചാംഗത്തിൽ ഞാൻ കാണുന്നില്ല. എന്നാ വേറെ പഞ്ചാംഗം വാങ്ങാം. വാങ്ങിയിട്ട് കാര്യമില്ല, അതിലും കാണില്ല. തുലാം 16 എന്ന് പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല, അത് പെട്ടെന്ന് എത്തും. എപ്പോ വേണമെങ്കിലും എത്തിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് സഹദേവൻ റെഡിയല്ലേ മോനെ? ഒരാള് മാത്രം റെഡിയായ എങ്ങനെയാ കല്യാണം നടക്കുന്ന സംശയം. എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്ത് കാര്യവും വെച്ച് താമസിപ്പിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഇല്ല ഇല്ല, നേരത്തെ കല്യാണം കഴിച്ചാ അത്രയും നല്ലത്. അതോടെ അതെന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടൂലോ. അത് ശരിയാ. നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കാണുമ്പോ ഇങ്ങനെയൊരു ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാ. ഏത് മുഹൂർത്തായാലും ശരി, എന്റെ കുട്ടിയുടെ കല്യാണം എല്ലാവരും കൂടി അങ്ങോട്ട് നിശ്ചയിക്കുക. എനിക്ക് എന്റെ മോളുടെ കഴുത്തില് സഹദേവൻ മിന്നു കെട്ടുന്നത് കാണണം. എനിക്കും എന്റെ മക്കൾക്കും അവനത്രയ്ക്ക് ഇഷ്ട. ഇനിയിപ്പോ ആരെങ്കിലും ഇതൊന്നും തീരുമാനിച്ചില്ലേ മാഷ് അവിടെ ഇരുന്ന കാര്യം? ഓ, തീരുമാനിക്കാനൊന്നുമില്ല, അത് തന്നെ മുഹൂർത്തം. എന്താ ഉച്ചകൃഷ്ണ, എന്താ മേസ്ത്രി, എന്താ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ ദിനകര? മതി, അത് ഉശിരുള്ള മുഹൂർത്തം തന്നെയാ. അപ്പോ വരുന്ന തുലാമാസം 16-ാം തീയതി മുഹൂർത്തം. മുഹൂർത്തം അടുക്കും തോറും ഉശിര് കൂടി കൂടി എല്ലാവരും ഒത്തുചേർന്ന് ഉശിരായി ഈ കല്യാണം നടത്തും. ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും തുലാം 16-ന് അങ്ങ് ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ. അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ, പുറത്ത് തീയതി നിശ്ചയിക്കുമ്പോ അകത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ? 7 പവനോ? നിങ്ങളെ നന്നായി അറിയുന്നോട് ചോദിക്കുക. മുമ്പ് വന്ന കല്യാണങ്ങളൊക്കെ കലക്കിയതുപോലെ ഈ കല്യാണം കലക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ? കലക്കൂല, പക്ഷെ ഇതും കലങ്ങും.